ഹായ് ഹലോ എല്ലാവർക്കും ഏറ്റവും പുതിയ ഒരു റിലീസ് റിവ്യൂയിലേക്ക് സാധനം നമ്മൾ റിവ്യൂ ചെയ്യാൻ വേണ്ടി പോകുന്നത് രാവണപ്രഭു 4K റിലീസാണ്. അത് റിലീസ് ചെയ്തിട്ടുള്ള അനുഭവമാണ് പറയാൻ വേണ്ടി പോകുന്നത്. ഇതിനു മുമ്പ് നമ്മൾ റിലീസ് റിവ്യൂ ചെയ്ത് ഷോർട്ട് ആയിരുന്നു. കാരണം റിവ്യൂ എന്ന് പറയാൻ സാധിക്കില്ല. കാരണം തിയേറ്ററിലാണെങ്കിലും അതുപോലെ തന്നെ നമ്മൾ ഓൺലൈനിലാണെങ്കിലും അതുപോലെ ടി വിയിലും വന്ന് ഒരുപാട് തവണ കണ്ടിട്ടുള്ള സ്ഥലം തന്നെയാണ്. പക്ഷേ അത് കുറച്ചുകൂടി ഒരു 4K ക്വാളിറ്റി നമ്മുടെ മുമ്പിലേക്ക് എത്തുമ്പോൾ പുതിയ പുതിയ സാങ്കേതിക സൗണ്ട് ദൃശ്യവിസ്മയത്തോടെ എത്തുമ്പോൾ തീർച്ചയായിട്ടും ആ തിയേറ്ററിൽ നിന്നും ക്രൗഡിനോട് കൂടെ കാണാൻ പറ്റുന്ന ഒരു അവസരം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഒട്ടനവധി റിലീസ് ചിത്രങ്ങളൊക്കെ നമ്മൾ മിസ് ചെയ്യാറില്ല. ജനങ്ങൾ അതുപോലെ തന്നെ ഇരിച്ചു കയറാറുണ്ട്. പ്രത്യേകിച്ച് മോഹൻലാൽ എന്ന് പറയുന്ന ഒരു ഫാക്ടർ അഭിനയ ചിത്രമാണെങ്കിൽ തീർച്ചയായിട്ടും പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ഇതിനു മുമ്പ് നമ്മൾ റിവ്യൂ ചെയ്ത് ചോട്ട മുമ്പ് റിലീസിനെ കുറിച്ചാണ് നമ്മൾ റിവ്യൂ ചെയ്തത്. തീർച്ചയായിട്ടും അതൊരു തിയേറ്റർ എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ ഗംഭീരമായിട്ടുള്ള ഒരു അനുഭവം തന്നെയായിരുന്നു. അതിനുശേഷം എനിക്ക് അനുഭവപ്പെട്ട മറ്റൊരു അനുഭവം നമ്മുടെ രാവണപ്രഭുവിനെ കുറിച്ചാണ് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത്. എനിക്കൊന്ന് 2021 രാവണപ്രഭു റിലീസ് ചെയ്തത്. അന്നത്തെ കാലത്ത് എന്താ പറയുക, സ്ലാഗ്, അതുപോലെ തന്നെ മാസ് പരിവേഷം, അതുപോലെ തന്നെ ആക്ടിവിറ്റി, അതുപോലെ സൂപ്പർ പവർ ഒക്കെ പറഞ്ഞ പോലെ മാസ് കൊലമാസ് പരിപാടികൾ അന്നത്തെ കാലത്ത് ആരും പറഞ്ഞിരുന്നില്ല. പക്ഷേ ഇപ്പോഴത്തെ നമ്മുടെ 2K പിള്ളേരൊക്കെ തന്നെയായിരിക്കും ഇപ്പോഴത്തെ കാലഘട്ടത്തിലായിട്ട് പറഞ്ഞു പോകുന്നത്. സ്ലാഗൊന്നും അതുപോലെ തന്നെ ബോഡി ലാംഗ്വേജ്, ബീജിങ്ങും ബാൻഡ് സ്കോറും പരിപാടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അന്നൊക്കെ അതിൻ്റെതായിട്ടുള്ള മലയാളത്തിൽ അന്നത്തെ കാലത്തുള്ള പരിഭാഷകൾ ഉണ്ടായിരിക്കും ഇപ്പോൾ കണ്ടുപോകുന്നുണ്ടാവുക. തീർച്ചയായിട്ടും എന്താ പറയുക, ഏകദേശം 2.5 മണിക്കൂറിനടുത്ത് നമ്മൾ കണ്ണ് ചിമ്പാതെ ഓരോ സീൻസിനും ഇഷ്ടപ്പെട്ടുകൊണ്ട് തന്നെ നമ്മളെ മുന്നേറിക്കൊണ്ടിരിക്കുന്ന ചിത്രം തന്നെയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം. ഇതിനു മുമ്പ് ദേവാസുരത്തിന്റെ ഒരു സെക്കൻഡ് പാർട്ടായിരുന്നു. ദേവാസുരം മൈവിശേഷി ഡയറക്ഷൻ ചെയ്ത് രഞ്ജിത്തിന് തിരക്കഥ രചിച്ച ചിത്രമാണ് ദേവാസുരം. പ്രധാനമായിട്ട് നോക്കുകയാണെങ്കിൽ മോഹൻലാൽ രേവതിനെ കൂടെ എന്നൊക്കെ ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും അതിന് 2ാം ഭാഗം വരുന്നു. അത് 2021 റിലീസ് ചെയ്യുന്നു. വലിയൊരു വിജയമാകുന്നു. അതും രഞ്ജിത്ത് ഡയറക്ഷൻ ചെയ്ത് അതേപോലെ തിരക്കഥ ചെയ്ത് ആന്റണി പെരുമ്പാവൂർ നിർമ്മിച്ച് എന്ന് പറയുമ്പോൾ തന്നെ വലിയൊരു ആകാംക്ഷ തന്നെയാവും അന്നത്തെ കാലത്ത് ഉണ്ടായിട്ടുണ്ടാവാം. ഇപ്പം നമ്മുടെ ലാലേട്ടൻ 2 റോൾ വരുന്നുണ്ട്. അതായത് മംഗലശ്ശേരി നീലകണ്ഠൻ, MN കാർത്തികൻ എന്ന് പറയുന്ന അച്ഛൻ മകൻ ആയിട്ട് വരുന്ന ഒരു കോമ്പോ. അതേ കൂടാതെ വിജയരാഘവൻ, അതുപോലെ തന്നെ നെപ്പോളിയൻ, വസുന്ധര ദാസ് തുടങ്ങിയ ഒരുപാട് താരങ്ങൾ, രേവതി, അതുപോലെ സിദ്ദിഖ്, അങ്ങനെ സായികുമാർ, മനോജ് കിജയൻ, ശ്രീരാമൻ തുടങ്ങിയ ഇഷ്ടം പോലെ നമുക്ക് ഇഷ്ടപ്പെടുന്ന നാദൃശ്, കാരണം പറഞ്ഞല്ലോ ജഗദീഷ് ശ്രീകുമാർ, ജഗദീഷ്, അതുപോലെ ഒരുപാട് താരങ്ങൾ ഉള്ള രതീഷ്. ഞാൻ പറഞ്ഞില്ല, നമുക്ക് വീട്ടിലുണ്ടാവുന്ന കൂടുതൽ അന്നത്തെ കാലത്ത് ഒരുപാട് 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 നമ്മൾ ഇഷ്ടപ്പെടുന്ന എല്ലാ വ്യക്തികളും ചേർന്ന് ഗംഭീരമായിട്ട് ഒരു അനുഭവം തന്നെയായിരുന്നു രാവണപ്രഭു സമ്മാനിച്ചിട്ടുണ്ടായിരുന്നു. അത് തീർച്ചയായിട്ടും അന്ന് തിയേറ്ററിൽ കാണാൻ സാധിച്ചതാണ്. അപ്പൊ ഇന്നത്തെ കാലത്ത് കണ്ടപ്പോൾ അത് ഇന്നത്തെ സൗണ്ട് വിങ്ങോടെ കണ്ടപ്പോൾ തിരിച്ചൊരു വളരെ സന്തോഷകരമായ കാര്യം തന്നെയാണ്. കാരണം വേറെ ഒന്നല്ല, അന്ന് നമ്മൾ ജനിച്ചപ്പോൾ 1 വർഷം തന്നെയായിരിക്കും, ഏകദേശം 3-4 വയസ്സുണ്ടാവുള്ളൂ 2001 ടൈമിൽ. അപ്പൊ ഇന്നത്തെ കാലത്ത് ഈ ചിത്രം ഇത്രയേറെ ജനങ്ങളുടെ കൂടെ കാണുമ്പോൾ 300 പേരിൽ 600 പേരെ അത്രയും ഹൗസ്ഫുൾ ഷോസ് എന്ന് പറഞ്ഞ സദസ്സിൽ ഒരു ആകാശമായി കാണുമ്പോൾ ഒരു ഗംഭീരമായിട്ടുള്ള അനുഭവം തന്നെയാണ് പറയേണ്ട സാധിക്കുള്ളൂ. കാരണം ഞാൻ പറയാതെ ഓരോ മിനിറ്റും എന്താണ് കണ്ടുള്ള വ്യക്തികൾ നമ്മൾ ഇന്നും ഓൺലൈനാണെങ്കിലും ഇപ്പോൾ ടിവിയിലൊക്കെ ആണെങ്കിലും ഓരോ വ്യക്തിക്കും കാണാവുന്ന ഒരു കാര്യം തന്നെയാണ് രാവണപ്രഭുവിനെ കുറിച്ചിട്ട്. കൂടുതൽ സ്പോയിൽസോ കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും ആ ഒരു മോഹൻലാൽ എന്ന് പറയുന്ന ആ ജനങ്ങൾ അല്ലെങ്കിൽ ഒരു റിലീസ് ചെയ്യുമ്പോൾ തിയേറ്റർ പൂരപ്പുറപ്പാക്കണമെങ്കിൽ അദ്ദേഹത്തിന്റെ ചിത്രങ്ങൾ പുതിയ റിലീസ് ചിത്രം ആവണമെന്നില്ല, പഴയ ചിത്രങ്ങൾ തന്നെ വീണ്ടും റിലീസ് ചെയ്താൽ മതി. തിയേറ്ററിൽ ജനങ്ങൾ കൂടിക്കോളും എന്ന റെക്കോർഡുകളുണ്ട്. ഇതിനു മുമ്പ് ദേവദൂതനായിരുന്നു, അതുപോലെ തന്നെ സ്ഫടികം, ഇപ്പൊ അടുത്തിറങ്ങിയിട്ടുള്ള നമ്മുടെ ചോട്ട മുംബൈ തുടങ്ങിയ ചിത്രങ്ങളൊക്കെ മികച്ച അനുഭവങ്ങൾ വീണ്ടും അഭിപ്രായങ്ങൾ കൂടെ മുന്നേറുന്നുണ്ട്. ഇപ്പൊ നോക്കുമ്പോൾ രാവണപ്രഭു ആണെങ്കിലും തിയേറ്ററിലൊക്കെ നിറഞ്ഞ ഇപ്പോഴും ഹൗസ്ഫുൾ ഷോ കളിക്കുന്നു. നമുക്കറിയാം, ബ്രഹ്മാണ്ഡ ചിത്രം സാക്ഷൻ കാന്താരയെ പോലും സൈഡാക്കിക്കൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു പഴയ ചിത്രമാണ് 2021 റിലീസ് ചെയ്തിട്ട് ഏകദേശം 21 വർഷങ്ങൾക്ക് അപ്പുറത്തോട്ട് വീണ്ടും റിലീസ് ചെയ്യുമ്പോൾ എന്താ പറയാ, ആ ഒരു ചിത്രമാണെന്ന് നോക്കണം. ഇപ്പോഴും ഹൗസ്ഫുൾ ഷോയില് കാണിക്കുന്നുണ്ട്. കാരണം അതിൽ മോഹൻലാൽ എന്ന് പറയുന്ന നടനെ വീണ്ടും കാണാൻ ആഗ്രഹിക്കുന്ന ഒരവസ്ഥ തന്നെയാണ് സമ്മാനിച്ചിട്ടുണ്ടാകും. കാരണം ഗംഭീരമായിട്ടുള്ളൊരു റെസ്പോൺസ് തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ തിയേറ്റർ സീൻസ് ഒന്നും എടുത്ത് കാണിക്കാതെ ചോദിച്ചാൽ കോപ്പിറൈറ്റ് ഇഷ്യൂ പല ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ഒന്നും വരുന്നുണ്ടാവും. കാരണം പറയാതെ തന്നെ എന്താ കാണുന്നതിനേക്കാൾ കേൾക്കുന്നതാണല്ലോ ഒരു ശക്തി എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് പറയാനുള്ളത്. കാരണം ആ ഒരു എക്സ്പീരിയൻസ് എന്താണെന്ന് മുഖത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കുന്ന അനുഭവം തന്നെയായിരിക്കും. എക്സ്പെഷ്യലി നമ്മുടെ രാവണപ്രഭു എന്ന് പറയുന്ന നമ്മുടെ പഴയ കാലത്തെ പവർ ഹൗസ് കണ്ടത്, അത് പവർ ഹൗസ് ഇല്ല എന്ന് പറയുന്നത് നമ്മുടെ നീലകണ്ഠൻ, മംഗലശ്ശേരി നീലകണ്ഠന്റെ ഒരു പവർ ഹൗസ് തന്നെയാണ് സ്റ്റാർട്ടിങ്ങിൽ കാണിച്ചിട്ടുണ്ട്. പഴയ കഥകളൊക്കെ മുന്നോട്ട് പോകുന്നുണ്ട്. പിന്നെ നേരെ ജഗദീഷ് ശ്രീകുമാറിനെ കാണിക്കുന്നു, ജഗദീഷിനെ കാണിക്കുന്നു, ലേഖനോടി കാണിക്കുന്ന ഭാഗമായിട്ട് കാണിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ റോഡ്സിലൂടെ രാവണപ്രഭു നേതികൾ നമ്മുടെ ആലാടൻ ഒരു ബജ്ജുവായി തിരിച്ചു വരുന്ന ഒരു ഭാഗമായി കാണിക്കുന്നുണ്ട്. ആ സ്ലാഗ് അവിടെയാണ് പറഞ്ഞത്. അന്നത്തെ കാലത്ത് സ്ലാഗോ ആ പരിപാടിയോ കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷെ എന്താണ് നമ്മുടെ പുതുതലമുറ അങ്ങനെ ഒരു പര്യായം കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. കാരണം അന്നത്തെ ആ ഭാഷാ പര്യായം
അന്നത്തെ കാലത്ത് ഒരു പക്ഷേ ഇന്നത്തേക്ക് എത്തിയുമ്പോഴായിരിക്കും കേട്ടോ നമുക്ക് കുറച്ചുകൂടി കണ്ടു ചെയ്യാൻ സാധിച്ചതാണ് എനിക്ക് തോന്നുന്നത്. ആ ഗംഭീരമായിട്ടുള്ള ഒരു ഇൻട്രോസിൻ കൊടുക്കുന്നു മനസ്സംവാരികരി എന്ന് പറയുന്ന ആ ഡയലോഗ്സും കാരണം ഒട്ടും ഒരു രക്ഷയില്ല. അതിനുശേഷം നമ്മുടെ തകില് പുകിൽ എന്ന് പറയുന്ന പാട്ടൊക്കെ എനിക്ക് തോന്നുന്നു ഇപ്പൊ അടുത്ത തിയേറ്ററിൽ കണ്ടപ്പോഴാണ്, അല്ലെങ്കിൽ ആ സീൻസ് ഒക്കെ കണ്ടപ്പോഴാണ്, ആ സൗണ്ട് ക്വാളിറ്റി കണ്ടപ്പോൾ ആ പാട്ട് ഒന്നുകൂടി ഇഷ്ടപ്പെട്ട അവസ്ഥ തന്നെയാണ്. കാരണം ഞാൻ തന്നെ യൂട്യൂബിൽ അടിച്ചു നോക്കി, അപ്പോൾ ആ പാട്ട് കാണാൻ ഒരു എന്താ പറയാ ഒരു ആകാംക്ഷ ഉണ്ടായിരുന്നു. തിയേറ്ററിൽ നിന്ന് കാണണം, കാരണം ഗംഭീരമാണ്. ഇപ്പോഴും ടി വിയിൽ കണ്ടു കഴിഞ്ഞിട്ട് കാര്യമില്ല, കാരണം അത് നിറഞ്ഞ സദസ്സിൽ ഒരു ഹൗസ്ഫുൾ ഷോസ് അല്ലെങ്കിൽ അത്യാവശ്യം ഒരു എൻജോയ് ചെയ്യിക്കാൻ പറ്റുന്ന ജനങ്ങളോടൊപ്പം ഇരുന്ന് കാണുമ്പോഴുള്ള ഒരു പവർ ഉണ്ട്. തീർച്ചയായിട്ടും അത് പറഞ്ഞറിയിക്കാൻ സാധിക്കാത്തൊരു അനുഭവം തന്നെയാണ്. ഗംഭീരമായിട്ടുള്ള എന്താ പറയുക ഒരു എന്തോ നേടിയെടുത്തുള്ള അനുഭവമായിട്ടാണ് കണ്ടപ്പോൾ എനിക്ക് എങ്ങനെയാണ് തോന്നിയിട്ടുള്ളൂ. അതുപോലെ ഓരോരോ പാട്ടുകൾ, കാരണം ഞാൻ പറഞ്ഞ് രാവണപ്രഭുവിനെ കുറിച്ച് പറഞ്ഞ സ്റ്റോറി ലൈനാണെങ്കിലും അതുപോലെ തന്നെ പ്രകടനത്തിന്റെ കാര്യത്തിലാണെങ്കിലും നമ്മുടെ നീലകണ്ഠന്റെ ഇന്തോ കാണിക്കുന്ന ഒരു ഹോസ്പിറ്റൽ സീൻസിലാണ് രേവതി തള്ളിയിട്ട് വരുമ്പോൾ അദ്ദേഹം മറ്റേ വീൽ ചെയർ കാല് വെച്ച് തറഞ്ഞുപിടി മുണ്ടും മടക്കി കൊണ്ട് നമ്മുടെ വില്ലിനോട് പറയുന്ന ഡയലോഗ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. തീർച്ചയായിട്ടും എന്താ പറയുക ഗംഭീരമായിട്ടുള്ള ആ ഒരു അവിടെയും പറയേണ്ട വാക്കുകളില്ല, നമ്മുടെ ലാലേട്ടനാണ് എന്ത് തന്നെ പറയേണ്ട കാര്യമില്ല. ഗംഭീരമായിട്ടുള്ള മനുഷ്യന്റെ പ്രകടനങ്ങൾ, അതിന്റെ ഇടയ്ക്ക് എസ് ഐ ശ്രീനി എന്ന് പറയുന്ന നമ്മുടെ സിദ്ദിഖിന്റെ ഒരു ഇൻട്രോ വരുന്നുണ്ട്. ഗംഭീരമായിട്ടുള്ള സീൻസും അന്നത്തെ കാലത്ത് തന്നെ നമ്മുടെ ലാലേട്ടൻ പറയും പോലീസുകാരൻ്റെ റൂട്ട് എടുത്തായിരുന്ന സീൻസൊക്കെ ഗംഭീരമായിട്ടുള്ള ഒരു സീൻ തന്നെയാണ്. ഓരോരോ പാട്ടുകളും പ്രകടനത്തിന്റെ കാര്യത്തിലാണെങ്കിലും എനിക്ക് തോന്നുന്നു ഏകദേശം 2020 ചിത്രം റിലീസ് ചെയ്യുന്ന സമയത്ത് തന്നെ ഒരുവിധം എല്ലാ വില്ലന്മാരും മെയിൻ വില്ലന്മാരും അല്ലെങ്കിൽ ചിത്രം വന്ന് പോകുന്നുണ്ട്. ഒരു രക്ഷയില്ല കേട്ടോ, കാരണം ആ ഒറ്റ ഫ്രെയിമിൽ തന്നെ എടുത്ത് കാണിച്ചിട്ടുള്ള ഓരോരോ സീൻസ് ഉണ്ട്. ആ ലേലം പിടിക്കുന്ന സമയത്തും അല്ലെങ്കിൽ മുണ്ട് മടക്കി പോകുന്നവരെ വീട്ടിലേക്ക് പോകുന്ന സീൻസ് ഒക്കെ ആണെങ്കിലും ഒരു രക്ഷയിൽ നമ്മുടെ ലാലേട്ടൻ ഹോസ്പിറ്റലിൽ തല്ലി പൊളിക്കാൻ വേണ്ടി വരുമ്പോൾ കാറിലോട്ട് ഇറങ്ങുന്ന ഹോക്കിയും പിടിച്ചു വരുന്ന സീൻസൊക്കെ ഒരു എന്താ പറയുക ഒരു വേറൊരു ലെവലിലേക്ക് തന്നെയാണ് ആ മനുഷ്യൻ നമ്മളെ കൊണ്ട് എത്തിച്ചത് പറയാൻ സാധിക്കുള്ളൂ. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു പഴയ തലമുറ പുതിയ തലമുറ ഒന്നുമില്ല, ഇനി അങ്ങോട്ട് തലമുറകളെ തുടരുന്ന ഒരു നായകൻ തന്നെയായിരിക്കും മോഹൻലാലിന്റെ കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം അതെങ്ങനെയാണ് ആ മനുഷ്യൻ ഒരു പക്ഷെ നമ്മളെ ഒരാളായിട്ട് പോലും പല പല കുടുംബങ്ങളും അല്ലെങ്കിൽ അച്ഛനമ്മമാർ അല്ലെങ്കിൽ മകനായി കാണുന്നു, അല്ലെങ്കിൽ സഹോദരങ്ങൾക്ക് ചേട്ടനായി കാണുന്നു, അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുമക്കളാണെങ്കിലും നമ്മളെ പോലുള്ള ഓരോരോ ആരാധകർ അല്ലെങ്കിൽ ഈ കല ഇഷ്ടപ്പെടുന്ന മോഹൻലാൽ ഇഷ്ടപ്പെടുന്ന വ്യക്തികൾ നമ്മൾ അന്ന് തൊട്ട് നമ്മൾ ലാലേട്ടൻ എന്ന് വിളിക്കുന്നു. അത് ചെറിയ മക്കളൊന്നുമില്ല, വലിയ മക്കളൊന്നുമില്ല, എല്ലാവരും ലാലേട്ടന്റെ പടമാണെന്ന് പറയുമ്പോഴുള്ള ഒരു പവർ ഉണ്ട്. അത് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. തീർച്ചയായിട്ടും ഇനിയും അദ്ദേഹത്തിന്റെ ഒരുപാട് ചിത്രങ്ങൾ നമ്മൾ വരാൻ വേണ്ടി പോകുന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. എനിക്ക് തോന്നുന്നു എറണാകുളം കവിതയിൽ ചില കട്ട്സ് കാണിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ എമ്പുരാന്റെ ഭാഗം കാണിക്കുന്നു. ഇനി വരാൻ വേണ്ടി പോകുന്ന ഋഷഭ, അങ്ങനെ പാട്രിയോട്ട്, ദൃശ്യം 3 തുടങ്ങിയ ഒരുപാട് ചിത്രങ്ങൾ പ്രമോക്കി ആയിട്ടുള്ള ഗംഭീരമായിട്ടുള്ള അനുഭവം തന്നെയായിരിക്കും കവിതയിൽ കാണിച്ച തിയേറ്ററിന്റെ എന്താ കട്ട്സ് വീഡിയോസ് കണ്ടപ്പോൾ ഗംഭീരമായിട്ടുള്ള ഒരു റെസ്പോൺസ് തന്നെ എനിക്ക് കവിത കിട്ടിയിട്ടുണ്ടായിരുന്നു. ബാക്കി എല്ലാ ഡീലും നോക്കി കഴിഞ്ഞാൽ എല്ലായിടത്തും ഹൗസ്ഫുൾ ഷോ മുന്നേറുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും മോഹൻലാൽ എന്ന് പറയുന്ന ആൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു തലമുറയുള്ള നായകൻ തന്നെയാണ്. ഇനി അങ്ങോട്ട് ആ നായകൻ തുടർന്നുകൊണ്ടേയിരിക്കും, യാതൊരു തരത്തിലുള്ള സംശയമില്ല. കാരണം ആ വ്യക്തി ജീവിക്കുകയാണ് ഓരോരോ മനുഷ്യനിലൂടെ തന്നെ ഓരോരോ കഥാപാത്രങ്ങളായിട്ടാണ് ജീവിതം. നമുക്ക് എല്ലാവർക്കും സാധാരണക്കാരിൽ പോലും മോഹൻലാൽ എന്ന് പറഞ്ഞ നടനെ ഇഷ്ടപ്പെടുന്നു. അതിൽ നമ്മുടെ മുത്തശ്ശിമാരടക്കം നമ്മുടെ മോഹൻലാൽ കുഞ്ഞും മകനായി കാണുന്നു എന്ന് പറയുമ്പോൾ വളരെ സന്തോഷമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. കാരണം അദ്ദേഹം ചെയ്തു വെച്ചുള്ള കഥാപാത്രം അങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും എന്തായാലും ഒരിക്കലെങ്കിലും നിങ്ങൾ എന്താ പറയുക ഒരു രാവണപ്രഭു തിയേറ്ററിൽ, രാവണപ്രഭു എന്നല്ല നമ്മുടെ ലാലേട്ടൻ്റെ ഏതെങ്കിലും റിലീസ് ചിത്രങ്ങൾ തിയേറ്ററിൽ പോയി തന്നെ കാണണം. അതൊരു അനുഭവം തന്നെയാണ്. കാരണം വന്ന് കാണാൻ പറ്റാത്തവർക്കുള്ള ഒരു പുതിയൊരു കാഴ്ചപ്പാട് തന്നെയായിരിക്കും സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവുക. അത് വലിയൊരു കാര്യം തന്നെയാണ്. പക്ഷേ ഇനിയിപ്പോൾ 4K കഴിഞ്ഞ് 5K 6K 7K അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കും, സാങ്കേതികതകൾ തന്നെ സംഭവിക്കുന്ന ഒരു കാലഘട്ടമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും അത് നല്ല നല്ല ക്വാളിറ്റിയിൽ ഇനിയും ഇതേപോലെ ചിത്രങ്ങൾ റിലീസ് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് തന്നെ ആശംസിക്കുന്നു. അപ്പൊ ഇന്നത്തെ ഇപ്പോൾ നമ്മുടെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് പരിഗണിക്കുക. വീണ്ടും മറ്റൊരു ചിത്ര റിവ്യൂ അതുപോലെ തന്നെ പുതിയ റിവ്യൂസും ടീസർ റിവ്യൂ ഒക്കെ നമ്മൾ വരുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ സപ്പോർട്ട് ചെയ്യേണ്ടതാണ്. അതായിരിക്കും. ബൈ ബൈ.